ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഫ്രഞ്ച് ടോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് ബ്രിട്ടിൽ സോസും കൂടെ ഒഴിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ബനാന ചാരെ ഫ്രഞ്ച് ടോസ്റ്റ് വിത്ത് ബ്രിട്ടിൽ സോസ് दिखाएंगे कैसे है. आधा कप चीनी लिया है, अरे कप പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മിക്സിക്കകത്ത് ഇട്ടു കുറച്ച് ഏലക്കയുടെ പൊടി, इलायची का पाउडर दोनों मिक्स करके अच्छे से पाउडर करना है. നല്ലതായിട്ട് നമുക്ക് പൗഡർ ചെയ്യാം. पंचदार ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. चीनी अच्छे से पाउडर किया है. 3 अंडा लिया है, 3 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. अच्छे से बीट करके आएगी. മുട്ട നല്ലതായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. अंडा अच्छे से बीट करके रखा है. आधा लीटर दूध, 1/2 किलो पाल ഒഴിച്ചു നന്നായിട്ട് മിക്സ് ചെയ്ത് അരച്ചെടുക്കാം. ये भी डाल के अच्छे से बीट करना है. ഇത് നമുക്കൊരു സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. एक सॉस पैन में डाल दें. एक बर्तन में पानी रखा है. ഒരു പാത്രത്തിനകത്തോട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് ഈ സോസ് പാൻ ഇതിനകത്തോട്ട് വെച്ച് നമുക്കിത് ബോയിൽ ചെയ്തെടുക്കണം. ये सॉस पैन इसका अंदर में डाल के डबल बॉईल करना है. इसमें हम अभी डाल रहे 2 टेबल स्पून फ्रेश क्रीम डाल रहे. 2 टेबल स्पून फ्रेश क्रीम ആണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് അതും കൂടെ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ये भी डाल के अच्छे से मिक्स करना है. ഇത് ഞാൻ ഡൽഹി പോയി കഴിച്ചതാണ്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് ടോസ്റ്റ് ആണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. दिल्ली में हम खाया था, उसी टाइम हम सोचा घर में आके बनाएंगे. घर में आके बनाया, अच्छा था, इसलिए हम आप लोगों को भी दिखाए. നമ്മുടെ മുട്ടയും പാലും കൂടെ ഉണ്ടാക്കിയത് നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞു. अंडा और दूध अच्छे से बॉईल होने के लिए शुरू किया है. अभी निकाल के ठंडा करने के लिए നമുക്ക് ഇത് മാറ്റിയിട്ട് തണുക്കാൻ വെക്കാം. നല്ലതായിട്ട് തിക്കായിട്ടുണ്ട്. अच्छे से थिक हो गया. अभी ठंडा करने के लिए रखेंगे. മുട്ടയും പാലും കൂടെ നമ്മൾ കാച്ചി വെച്ചത് തണുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. अंडा और दूध मिला के बनाया है, वो ठंडा हो गया. अभी हम एक पैन रखा है. ഒരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇടുകയാണ്. आधा कप चीनी डालना. നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ये थोड़ा कैरमलाइज करना है. നമ്മുടെ പഞ്ചസാര നല്ല ഓറഞ്ച് കളറായി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം നമുക്ക് 2 टेबल स्पून बटर इट കൊടുക്കാം. हम लोग का चीनी ऑरेंज कलर हो गया. अभी 2 टेबल स्पून बटर डालना है. ഫ്ലെയിം थोड़ा कम करके रख दीजिए. ഫ്ലെയിം ചെറുതാക്കി വെക്കണം. ഇനിയിപ്പം ഞാൻ ഇടുന്നത് ഒരു ബൗള് വാൾനട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ ഇടാതാണ്. ഒരു 1 ബൗൾ വാൾനട്ട് डालते. थोड़ा सा ബദാം, കുറച്ച് ബദാം ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. थोड़ा मिक्स करना है. फ्लेम ऑफ कर दीजिए. फ्लेम ऑफ करना है. क्या क्या नट्स है वो सब डालने से अच्छा है. एक बर्तन में अभी हम ग्रीस करके रखा है. ഒരു പാത്രം ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. തണുക്കാൻ കൊടുക്കും. ഒത്തിരി തണുക്കണ്ട. ज़्यादा ठंडा नहीं करना है. नट्स निकाल के रखा है, छोटा पीस करना है. ऐसे ऐसे पीस करके रख दीजिए. കുറച്ച് ചൂടായിരിക്കുമ്പോൾ തന്നെ ഇതിനെ മാറ്റി എടുക്കണം. നട്ട്സ് കാരമലൈസ് ചെയ്ത് തണുത്തിട്ടുണ്ട്. 1 കപ്പ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. 1 कप फ्रेश क्रीम लिया है, इसमें डालना है. ये नट्स पूरा ऐसे काट के डाल दीजिएगा. ചെറുതായിട്ട് മുറിച്ച് നമുക്ക് ഈ ക്രീമിനകത്ത് ഇട്ട് കൊടുക്കാം. നോക്കിക്കേ, നട്ട്സും എല്ലാം ഞാൻ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞു. क्रीम में नट्स पूरा डाला है. अभी हम लोग का ब्रिटिल सॉस रेडी हो गया. ठंडा करने के लिए फ्रिज में रखना है. നമ്മുടെ ബ്രിട്ടിൽ സോസ് റെഡി ആയി കഴിഞ്ഞു. നല്ലതായിട്ട് തണുത്ത് വരണം. നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം. ഞാൻ 8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. 8 पीस ब्रेड लिया है. अभी इसमें ന്യൂട്ടല്ല लगाना है. നമുക്ക് ബ്രെഡിനകത്തോട്ട് ന്യൂട്ടല്ല ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് അങ്ങ് ഇട്ടോണം. എന്നാലേ ടേസ്റ്റ് നല്ലതായിട്ട് വരുന്നത്. अच्छे से ന്യൂട്ടല്ല डाल दीजिएगा. ऐसे ന്യൂട്ടല്ല लगा दीजिएगा. എല്ലാത്തിനകത്തും നമുക്ക് ന്യൂട്ടല്ല ഇട്ട് കൊടുക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ रखा है, गरम हो गया. थोड़ा बटर डालना है. നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാലും മുട്ടയും കൂടെ എടുത്തത് നമുക്കൊരു പരന്ന പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ബ്രെഡ് മുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ബ്രെഡ് इसमें डाल के टॉस करने के लिए. എല്ലാത്തിനകത്തും ഞാൻ
സ്പ്രെഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞു നമുക്കിത് ഇതിനകത്തോട്ട് ഡിപ്പ് ചെയ്തിട്ടിടുക. ഇവിടെ ഡിപ്പ് करके लेना है. पैन में रख दीजिएगा. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ये थोड़ा पलटी करना है. अच्छा से ब्राउन कलर होना है. നല്ലതായിട്ട് ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് ഇത് വേവിച്ചെടുക്കാം. अच्छे से ब्राउन होने के तक ये थोड़ा पलटी करके थोड़ा ब्राउन करके निकाल देंगे. ब्रेड टोस्ट ചെയ്ത് റെഡി ആയി കഴിഞ്ഞു. ब्रेड टोस्ट किया रेडी हो गया. निकाल देंगे. നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. നമുക്കിത് മാറ്റി വെക്കാം. നമുക്ക് അടുത്ത് ഇട്ട് കൊടുക്കാം. दूसरा डालेंगे. നമ്മുടെ ബ്രിട്ടിൽ സോസ് റെഡി ആയി കഴിഞ്ഞു. നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. अच्छे से ठंडा हो गया. देखिए इसका कलर भी चेंज हो गया. ഇതിൻ്റെ കളറും ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ 2 പാത്രത്തിലും ടോസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. इसका ऊपर में एक ब्रिटिल सॉस डालना है. ये अच्छे से ठंडा हो गया. ये ब्रेड टोस्ट अच्छे से गर्म है. ബ്രെഡ് ടോസ്റ്റ് നല്ല ചൂടുമാണ്. ഇത് നല്ല തണുത്തമാണ്. നമുക്കിതിൻ്റെ മേലിലോട്ട് ബ്രിട്ടിൽ സോസ് ഒഴിച്ചു കൊടുക്കണം. നമുക്കിതിൻ്റെ പുറത്ത് ചൂടോടി തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കണം. टोस्ट നല്ല ചൂടായിട്ടിരിക്കണം. टोस्ट अच्छे से गर्म होना चाहिए. उसी टाइम ऐसे ही सॉस डाल के दीजिएगा. ऐसे ही सर्व करता है. ഇത് ഇങ്ങനെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റ് വിത്ത് ബ്രിട്ടിൽ സോസ് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. सब लोग थोड़ा ट्राई करके देखिएगा. बढ़िया टेस्ट है. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.